ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി. ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റേത് കൊലപാതകം ആണ് എന്നും അതുപോലെ തന്നെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാകാമെന്നുമായിരുന്നു കുടുംബത്തിന്റെ വാദം. കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണം മാത്രമാണ് നടക്കുക. ഈ സാഹചര്യത്തിൽ കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും ഉൾപ്പെടെ തന്നെ ഡിവിഷണൽ ബെഞ്ചിന്റേതാണ് തീരുമാനം വന്നിരിക്കുന്നത്. നിലവിലെ അന്വേഷണം കാര്യക്ഷമമാണ് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ DGP TA ഷാജി കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഡിവിഷണൽ ബെഞ്ചിന്റെ തീരുമാനത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ കൂടിയ ആലോചനയ്ക്ക് ശേഷം ഇനി എന്ത് ചെയ്യണമെന്നതിൽ തീരുമാനമെടുക്കുമെന്നും അവർ വ്യക്തമാക്കുകയാണ്. CBI അന്വേഷണം വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ. കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടില്ല. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയല്ല എന്നും അന്വേഷണം നടക്കുന്നതേയില്ല എന്നും പ്രധാന പ്രതികളെല്ലാം തന്നെ അവർ സംരക്ഷിക്കുകയാണ് എന്നും അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും മഞ്ജുഷ ആരോപിക്കുന്നു. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയമുണ്ടെന്നും ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയിൽ വാദിച്ചിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ തിടുക്കത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി തുടങ്ങി ആ വാദഗതികളും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയിൽ ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ വാദഗതികളിൽ കഴമ്പില്ല എന്ന് അംഗീകരിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണത്തിന് CBI വേണ്ട എന്നും പ്രത്യേക അന്വേഷണ സംഘം തന്നെ മതിയെന്നും നിലപാടെടുക്കുകയായിരുന്നു. ഡിവിഷണൽ ബെഞ്ചും ഈ തീരുമാനത്തിൽ തന്നെ തുടരുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നതും നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന് കുടുംബം വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്ന പരാമർശം വന്നതും. എന്നാൽ FIRലും കോടതിയിലും ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യങ്ങളൊന്നുമില്ല. ചാര നിറത്തിലുള്ള അടിവസ്ത്രമായിരുന്നു നവീൻ ബാബു ധരിച്ചിരുന്നതും. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിൽ തന്നെ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ തന്നെ ബന്ധുക്കൾ സ്ഥലത്തെത്താത്തതിനാൽ തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. രാവിലെ 10:15 തുടങ്ങി 10:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട ബന്ധുക്കൾ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴായിരുന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം തന്നെ അറിയുന്നതും. മൃതദേഹം പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ വിയോജിപ്പുണ്ട് എന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ബന്ധുക്കൾ കമ്മീഷണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കളക്ടർ അരുണിനെ വിളിച്ചപ്പോൾ ഒന്നും പേടിക്കാനില്ല എന്നും പോലീസ് സർജനാണ് നേതൃത്വം നൽകുന്നതെന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത്. അതേസമയം രക്തസാന്നിധ്യം FIRലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പരാമർശിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയിട്ടില്ല എന്ന സംശയം അവർ ഉന്നയിച്ചിരുന്നു. ആന്തരിക അവയവങ്ങൾക്ക് പരിക്കില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തക്കറ വരും എന്നതും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലേ എന്നും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെ ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചിരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.